So, now we continue on wisdom. നമ്മളിപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് 1 കൊരിന്ത്യസ് 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനത്തിലായിരുന്നു. അവിടുത്തെ ഭയങ്കര ഒരു കാര്യമാണ് 1:30 പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ശ്ലീഹ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്, ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഇൻ വൺ സെൻറ്റൻസ് ഹി ഹാസ് റിട്ടൺ. എന്താണ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്? ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം, അതാണ് അതിൻ്റെ പ്രധാനമായത്. ഹി ഹിംസെൽഫ് ഈസ് ദ ഫോണ്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്ന് തന്നെയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു സച്ചായി, സത്യം. 1:30 1 Corinthians chapter 1:30. Can you read in English, somebody? He is, Mole, wait. It is by him. It is by him we are in Christ Jesus, whom God made wisdom for us. That is our righteousness, holiness and redemption. അപ്പോൾ അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ സ്റ്റെപ്സായിട്ടാണ് കാണുന്നത്, ഒരു പടിപടി. അപ്പോൾ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്ത ക്രിസ്തു തന്നെയാണ്. സിമ്പിൾ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്രോതസ് ക്രിസ്തു തന്നെയാണ്. ഉറവ ക്രിസ്തു തന്നെയാണ്. ഉറവ എന്ന് പറഞ്ഞാൽ ദ ഫോണ്ട്. അത് വലിയൊരു രഹസ്യമാണത്. ഞാൻ ജീവിക്കുന്നു, ഞാൻ എൻ്റെ പ്ലാൻ, നമ്മൾ കുറേ പദ്ധതിയൊക്കെ ചെയ്തേക്കാണ്. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ഇതൊന്നും വർക്കാവുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞു ഞാൻ അത് പഠിക്കണം, ഇത് പഠിക്കണം, അങ്ങനെ ചെയ്യണം, അത് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ ശമ്പളം കിട്ടും, ഇത് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ ശമ്പളം കിട്ടും, അതുകൊണ്ട് അത് പഠിക്കാം, ഇത് പഠിക്കും, ഇത്രയല്ലേ നമ്മൾ ചെയ്യണത്. എന്നിട്ട് ഈ ശമ്പളം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? കുറേ കാശുണ്ടാക്കി, 2 കാറ് മേടിച്ച്, വലിയൊരു വീട് മേടിച്ചു, അതിൻ്റെ ലോൺ അടച്ചു, അപ്പോഴേക്കും ജീവിതം അവസാനിച്ചു. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും 35 വയസ്സായി, വീട് കൈ കിട്ടുമ്പോഴേക്കും, ഇല്ലേ? ഈ ജോലി ഇതൊക്കെ ആയി, ഒന്ന് സെറ്റിലായി, PR ഒക്കെ ആയി. അല്ലല്ല, ലോൺ കിട്ടുമ്പോൾ ഈ ലോൺ എടുക്കണ സമയത്ത് നമ്മൾ 30 വർഷത്തെ ലോണാണ് എടുക്കണത്. അപ്പോൾ 65. അപ്പോൾ ഈ ബാക്കിയുള്ള 30 വർഷം നമ്മൾ ലോൺ അടയ്ക്കാൻ വേണ്ടി ജീവിക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറയണത് നിങ്ങളൊന്നും ശരിക്കും മനസ്സിലാവുന്നില്ലേ? നമ്മൾ ജീവിക്കണം. ഞാനിവിടെ ചിലവരും അപ്പം നീ ഈ മാസം ജോലി ചെയ്തില്ലെങ്കിൽ എങ്ങനെ മോർഗേജ് അടയ്ക്കും? 5 മോർഗേജാണ്. വീടിൻ്റെ മോർഗേജ്, 2 കാറിൻ്റെ മോർഗേജ്, പിന്നെ വേറെ എന്തിൻ്റെയൊക്കെ ഒരു മോർഗേജ് ഉണ്ട്. അങ്ങനെ ഇരിക്കെ ചിലർക്ക് 2. അങ്ങനെ ഇരിക്കെ നാട്ടിൽ നിന്ന് അമ്മ വിളിച്ച് പറയാണ്, ഞാൻ എല്ലാവർക്കും പറയണ കാര്യമുണ്ട്, എന്നോട് ക്ഷമിക്കണം, എടാ മോനെ, നമ്മുടെ ആ കിഴക്കേലെ പറമ്പ് വിൽക്കാണ്ടേക്കാണ്, അത് വല്ല കാക്കാമാർ വന്ന് മേടിക്കാണ്ട് നീ മേടിക്കില്ല, നീ ഫാറിലല്ലേ ജോലി. എനിക്കിവിടെ വയസ്സ് കാലത്ത് സമാധാനമായിട്ടൊന്ന് ജീവിക്കണമല്ലോ. നീ അല്ലാണ്ട് ആരാ മേടിക്കണേ? നീ ഇംഗ്ലണ്ടിലല്ലേ? ഇംഗ്ലണ്ടിൽ എൻ്റെ മോനുള്ളപ്പോൾ പിന്നെ ഞാൻ വേറെ ആരോട് എന്തിനാ പറയണേ? മോൻ ഇത്തിരി വേർക്കാൻ തുടങ്ങി. മോനിത് ഭാര്യയോട് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ് വേർക്കണ. ഭാര്യയോട് പറയാണ്, അതേ ഒരു കാര്യം. എന്താ? അതേ ഒരു കാര്യമുണ്ട്. അല്ല പറയേ, നീ വിഷമൊന്നും വിചാരിക്കരുത്. എന്താണ്? 6 നൈറ്റാണ് ഞാനിപ്പോൾ ചെയ്യണത്. ഇനി ഒരു നൈറ്റ് കൂടി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. 5 നൈറ്റ് എന്ന് പറയാല്ലേ? 5 നൈറ്റ് ഞാനിപ്പോൾ ചെയ്യണത്. ഇനി എനിക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ല. സാരമില്ല, നമ്മുടെ വയസ്സായ അമ്മയുടെ ആഗ്രഹമല്ലേ. അവർ വയസ്സാം കാലത്ത് അവരുടെ മോൻ ഇംഗ്ലണ്ടിൽ, മരുമോള് നേഴ്സ്. അപ്പോൾ വേറെ ആരോട് പറയാനാ? അമ്മയ്ക്ക് ആ കിഴക്കുവശത്ത് സ്ഥലം മേടിക്കണമെന്നാണ് ആഗ്രഹം. എൻ്റെ കർത്താവേ, അപ്പോൾ ഇനിയൊരു മോർഗേജ് കൂടി എടുക്കണം. സാരമില്ല, നീ ഒരു നൈറ്റും കൂടി ചെയ്യും. ഞാൻ ഞായറാഴ്ച പെട്രോൾ പമ്പിൽ പോയി ജോലി ചെയ്യാം. ആകെ നമുക്കൊരു ഞായറാഴ്ചയാണ് ഒഴിവുള്ളത്. അങ്ങനെ അത് മേടിച്ചു. ഇപ്പം എന്തായി? അതാണ് 5 മോർഗേജാണ്. ഇനി നമ്മുടെ ഇവിടുത്തെ ജീവിതം എന്തിനാണ്? ഈ മോർഗേജ് എങ്ങനെയെങ്കിലും അടച്ച് തീർക്കണം.
കന്യാസ്വാമിക്ക് ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഇതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യം സ്വീകരിച്ചേക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ ചിന്തിക്കാണ് എന്തോ ഒരു ഭാഗ്യം. ഇപ്പൊ സിസ്റ്റർ ചിന്തിക്കണം, ഇത് എന്തെന്നാണ് ഈ മോർഗേജ് എന്നൊക്കെ പറഞ്ഞ, ഈ മോർഗേജ് എന്നൊക്കെ പറഞ്ഞ എന്തെന്നാണ് അല്ലേ? ഇതാണ് ക്രിസ്തീയ ജീവിതം. ഈ മോർഗേജ് എന്ന് പറഞ്ഞ എന്തെന്നാണ് സിസ്റ്ററിന് അറിഞ്ഞൂടാ. ബാങ്ക് അക്കൗണ്ടും ഇല്ല, ഉണ്ടാവുമായിരിക്കും. ഇനി അതിനകത്ത് എന്ത് വരണപ്പെടുന്നു ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഭയങ്കര ടെൻഷനാണ്. അതിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇതൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പാരഡോക്സ് ഒന്നുമില്ല. ഇവിടെ ഈ മറുനാട്ടിലുള്ള നമ്മുടെ ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്തിരുന്നതും ബുദ്ധിമുട്ടണതും. നാട്ടിലെ ജോലിമാതിരി അല്ല ഇവിടുത്തെ ജോലി. ഇവിടെ വി ഹാവ് ടു ബി സോ ആക്യുറേറ്റ് ആൻഡ് മെറ്റിക്കുലസ് ആൻഡ് സോ റിയലി പങ്ക്ച്വൽ എവരിതിങ്. പക്ഷെ ഇതൊന്നും നാട്ടിൽ ആർക്കും അറിയില്ല. അവർ വിചാരിക്കണത് ഇവിടെ എന്തോ പൗണ്ട് കുലുക്കണ ഒരു മെഷീൻ ഉണ്ട്, ഡോളർ വരണ എന്തോ മരമുണ്ട്, അതിങ്ങനെ കുലിക്കുമ്പോഴേക്കും സാധനം അവിടെ പൈസ കിട്ടും. ഇതാ അവർക്ക് അറിയുള്ളൂ ശരിക്കും. അപ്പം അവിടെ നമ്മുടെ ആങ്ങളമാരൊക്കെ മണിമാലയും ജുബൊക്കെ ഇട്ട് ചെത്തി നടക്കാണ്. എൻ്റെ പെങ്ങളായ ലണ്ടനിൽ നേഴ്സാണ്, എന്തായിരിക്കും കുഴപ്പം? അവന്മാരൊക്കെ നടപ്പ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മുടെ ആങ്ങളെ ചോദിക്കാനെടാ 1000 പൗണ്ട് എനിക്ക് അയച്ചതാടി, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അയച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അയച്ചു കൊടുത്തില്ലെങ്കിലോ എൻ്റെ അനുജൻ അവന് പ്രയാസമല്ലേ? എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? ഇവൻ അത് പിടിച്ച് ചെത്തി കള്ളും കുടിച്ച് അവിടെ മിനിങ്ങി നടക്കണം. എന്നോട് ക്ഷമിക്കണേ കർത്താവേ, ഞാനൊരു ഫരിസേനായി ഇപ്പം അല്ലേ? എനിവേ, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ജ്ഞാനമില്ലായ്മ. ആണോ അല്ലയോ? ഈ പണ്ടൊക്കെ ഓട്ടോഗ്രാഫിൽ എഴുതാറുണ്ട് 10ാം ക്ലാസ് സമയത്ത്. എന്താ എഴുതാറുള്ളത്? സാർമാരൊക്കെ എഴുതിത്തരും, സ്പെൻഡ് യുവർ മണി വൈസ്ലി. ഓട്ടോഗ്രാഫിൽ എഴുതാം. അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പൈസ കിട്ടിക്കഴിയുമ്പോൾ ഒരു ചേച്ചി പറയാണ്, എൻ്റെ ബ്രദറെ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങേരുടെ ഹോബി ഷർട്ട് മേടിക്കലാണ്. പൈസ കിട്ടിയാൽ ഉടനെ പോയിട്ട് കുറേ ഷർട്ട് അങ്ങ് മേടിച്ചോണ്ട്. എനിക്കിപ്പോൾ അത് വെക്കാൻ വാർഡ്രോബിൽ ഒരു 200 ഷർട്ടുകളുണ്ട്. എന്താ? ഭാര്യയുടെ ക്രെഡിറ്റ് കാർഡ്. വേറൊരാൾ പറയണം, എൻ്റെ ബ്രദറെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രയാസം, അവന് ഗാംബ്ലിംഗ് ആണ്. അതിലൊക്കെ പെട്ടാലത്തെ അവസ്ഥ വന്നാലും വെച്ചു. ഏത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടത്? അതെ, ഇവൻ 200,000 ഗാംബിൾ ചെയ്തേക്കണം. ഇവള് അടയ്ക്കണം പൈസ. പറയും എങ്ങനെ അടയ്ക്കും? പറയും ഒരു നേഴ്സ് $200,000 ഗാംബിൾ ചെയ്ത് കളഞ്ഞേക്കണം. അതാണ് ഇത്. വിസ്ഡം ഇല്ലാത്തോണ്ടല്ലേ ഇത്. ഭാര്യയ്ക്ക് വിസ്ഡം ഉണ്ടെങ്കിൽ അവളിൽ നിന്ന് അവനേക്ക് ഒഴുകും. അവർ രണ്ടുപേരും ഒന്നാ. ആ രീതിയിൽ പ്രാർത്ഥിക്കണം ഭർത്താവിന് വേണ്ടി. എല്ലാത്തിനും ഈ വിസ്ഡമാണ് എനിക്ക് തോന്നുന്നത് ആൻസർ. നമ്മൾ ഇതെല്ലാത്തിൻ്റെയും കാരണം ജ്ഞാനമില്ലായ്മയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടണ ഈ പൈസ എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് ജ്ഞാനം കിട്ടണ്ടേ? അതാണ് സ്പെൻഡ് യുവർ മണി വൈസ്ലി. ഇപ്പോൾ ചില ആളുകൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടും കടം മാറുന്നില്ല, പൈസ വരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? തമാശയായിട്ട് എടുക്കരുത്, അല്ലെങ്കിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്താ പറയുക, ചിലവർക്ക് കർത്താവ് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണേക്ക് മുമ്പ് അവർക്ക് ജ്ഞാനം കൊടുത്തില്ലെങ്കിൽ ഈ പൈസ പടയെന്ന് പോവും. പിന്നെ ഉള്ളതിനേക്കാൾ കൂടുതൽ ദൂഷ്യാവും. ഇപ്പോൾ അവന് പെട്ടെന്ന് 1 കോടി രൂപ കൊണ്ടുവന്ന് കൊടുത്തു. അവനാകെ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. അവൻ അവിടെ ഇവിടെയൊക്കെ വാരിക്കോരി എല്ലാം കൊടുത്ത് സംഭവം നശിപ്പിച്ചു. ഒരു ജോലി ഇവിടെ കണ്ട് ജോലി ഉണ്ടായിരുന്നു. അവരതും വിട്ട് നാട്ടിൽ പോയി. ഒരു ലോൺ എടുക്കാമെന്ന് വെച്ച് ലോൺ എടുത്ത്, എന്നിട്ട് പെങ്ങൾ ഫോറിനിലുള്ള പെങ്ങളുടെ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത്
ആ ലോൺ കിട്ടിയ കാശ് കൊണ്ട് വലിയൊരു ബിൽഡിംഗ് പണിയാനെടുത്തിട്ട് അതിന് പകുതി കാശാവും കള്ളു കുടിച്ച് തീർത്തു. ഇനി ലോൺ എങ്ങനെ അടയ്ക്കും? വീട് പണിയായിട്ടില്ല, വീടിപ്പോൾ ജപ്തിയായി. എനിവേ, അപ്പോൾ ഇവിടെ ഒന്ന് ഭൗതികമായ തലത്തിലായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭൗതിക തലം ഉണ്ടല്ലോ. എന്തായാലും ഈ പ്രശ്നങ്ങൾ മുഴുവനും ഭൗതിക തലത്തിലാണ്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു മൂല കാരണം നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവിക ജ്ഞാനമില്ലാതെ എടുത്ത ചില തീരുമാനങ്ങളല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവിക ജ്ഞാനമില്ലാതെ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. ഇനി അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവിക ജ്ഞാനം തന്നെ ഉണ്ടായാലേ ശരിയാവും. എനിവേ, ഇറ്റ് ഈസ് സോ വൈഡ്. എനിക്ക് അറിഞ്ഞോണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ പറഞ്ഞെന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ വീഡിയോ കേൾക്കുന്ന ആളുകൾക്കൊക്കെ പോയോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന്, പരിശുദ്ധാത്മാവേ, ജ്ഞാനം തന്നെയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലെ ജീവിതത്തിലെ ഈ ഭൗതികമായ പ്രശ്നങ്ങളുടെ നടത്തിപ്പിന് ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണേ. ഓ ദൈവമേ, ജ്ഞാനം നൽകണേ. ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം. ഇതിപ്പോൾ ഞാനിത് പറയണതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷന് വന്നിട്ട് ഇതൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറേ പേര് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ബ്രദറെ സമാധാനമായി, ഞാനിപ്പോൾ വീട് മേടിക്കണ്ടെന്ന് വെച്ച് തൽക്കാലത്തേക്ക്. കാരണം നമുക്ക് അത്യാവശ്യം ഒരു വീട് വീട്ടിലുണ്ട്, ഇവിടെ ചെറിയൊരു വീടുണ്ട്. ഇനി ഒരെണ്ണം കൂടി മേടിച്ച്, നമ്മൾ മേടിക്കണത് ഇപ്പം മേടിച്ചിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കണത്. പക്ഷേ ഇപ്പോൾ സമാധാനമായി, ഇപ്പം മേടിക്കണ്ട, നമ്മുടെ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞിട്ട് അപ്പം മേടിക്കാം. നമ്മൾ ഈ കല്ലും കുമ്മായത്തുമ്പോൾ മാത്രം നമ്മുടെ ശ്രദ്ധ പോകണമെന്നുള്ളതാണ്. കല്ല് കുമ്മായ അവിടെ കണ്ടാലും ഉടനെ മേടിച്ചു വയ്ക്കും. കല്ല് കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്സ്, പള്ളി ആയാലും അരമന ആയാലും മഠമായാലും വീടായാലും ഈ കല്ലും കുമ്മായവും മേടിച്ചു. കണ്ടോ, എൻ്റെ കല്ലും കുമ്മായം എന്താ? യൂട്യൂബാണ്. എന്നാ നോക്കിയേ, കഴിഞ്ഞ ഈ അനിമേഷൻ ഫിലിം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ അരമണിക്കൂർ പ്രോഗ്രാം ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഇരുന്ന് അരമണിക്കൂർ സംസാരിച്ചാൽ ടെലിവിഷനിൽ അരമണിക്കൂർ പ്രോഗ്രാം ഉണ്ടാക്കാം. പക്ഷേ അനിമേഷൻ ഫിലിം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അരമണിക്കൂർ അനിമേഷൻ ഫിലിം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിയർലി 6 മാസത്തെ പണിയാണ്. എത്ര ആർട്ടിസ്റ്റുമാർ കൈയും കൊണ്ട് ഓരോന്നും വരച്ച എന്തോ ഒരു വിലപിടിപ്പാണെന്നറിയാമോ? അറിയാതിരിക്കാൻ നല്ലത് നിങ്ങളത്. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ ചമ്മന്തി അരച്ചിട്ടാണ് ജീവിക്കണേ. ഇനി അതിനും കൂടി കാശ് ചോദിച്ചാൽ പ്രശ്നമാവില്ലേ? ഞാനതുകൊണ്ട് ആരോടും ചോദിക്കാറില്ല. ഞാൻ ആരോടും ചോദിക്കാറില്ല. കർത്താവ് ആരോടെങ്കിലും പറഞ്ഞ് മേടിച്ചുകൊണ്ട് തരണം. ആരോടും ഇതിൻ്റെ കോസ്റ്റ് പറയാറുമില്ല. കേൾക്കണം? വേണ്ട, ഷോക്കടിച്ച് വീഴും നിങ്ങൾ. 1 മിനിറ്റ് അനിമേഷൻ ഫിലിമിന് 50,000 രൂപ ചിലവാണ്. 1 മിനിറ്റ്, 1 മിനിറ്റ്. അതെനിക്ക് അറിഞ്ഞൂടാ കാൽക്കുലേഷൻ. 1 മിനിറ്റിന് 50,000 രൂപ. അപ്പോൾ 10 മിനിറ്റിന് എത്രയായി? 10 മിനിറ്റിന് 5 ലക്ഷം രൂപ. അങ്ങനത്തെ 500 മിനിറ്റ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. മനസ്സിലായോ? അത് മുഴുവനും സ്വർഗത്തിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ വലിയ ഒരു ധ്യാനകേന്ദ്രമായിട്ട് അതിങ്ങനെ ലോകം മുഴുവൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സീയിങ്. 500 മിനിറ്റ്സ്. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. കൊച്ചുകുട്ടികൾ വചനം ബൈ ഹാർട്ട് പഠിക്കാനുള്ള ഒരു സൂത്രമായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അപ്പോൾ Jesus, beginning. In the beginning was the word. In the beginning was the word. Hey, beginning was the word. Word was with God. Word was God. In the beginning was the word. In the beginning was the word. അപ്പോൾ 2 മാലാഖമാരുണ്ട്. Hey, beginning. അപ്പോൾ ജീസസ് hi. In the beginning was the word. The word was with God. Word was God. Everything has made through word.
everything, nothing is. In him was light, the light was the light, the life of the human being, something like that. എന്ത് പറയണു? Is it all right? കുട്ടികൾക്ക് അഡാപ്റ്റ് ആവില്ലേ? അതിൻ്റെ ഇടയ്ക്ക് 2 പപ്പീസ് ഇവരൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് 2 മാലാകന്മാർ ഒരു വയലിനൊക്കെ വായിക്കും. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിനോട് ഒരു ആഭിമുഖ്യം ഉണ്ടാകും. ഇങ്ങനെ മാലാകന്മാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. Beginning, beginning, beginning. In the beginning was the word. In the beginning was the word. Beginning, beginning, beginning. ഞാൻ ഓർക്കുവാണേ, ഈ ബ്രദറിനെ കേൾക്കുന്ന ആരെങ്കിലും എത്രയോ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പൊ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്തേനെ. എത്ര പേര് കാണുന്ന അല്ലെ, അങ്ങനെ എത്രയോ എത്ര പേരെ ഇത് ചെയ്യാൻ പറ്റും. അപ്പം എനിക്കറിയാമെങ്കിൽ ഞാൻ ചെയ്തേനെ തീർച്ചയായിട്ടും. ഇനിയും ചെയ്യാം. അങ്ങനെ ചെയ്യണകൊണ്ടാണ് നടക്കുന്നത്. ഇതെങ്ങും അതെ, ജീസസ് വണ്ടർ അനിമേഷൻ യൂട്യൂബിൽ ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഡ്രൈവിൽ കോപ്പി ചെയ്ത് തരാം. അതുകൊണ്ട് ഞാനിത് ആർക്കാ ഞാൻ കൊടുത്തത്? എനിവേ, ഇത് ഈ സാധാരണ അനിമേഷനാണ്, മനസ്സിലായോ? നമ്മളിപ്പോൾ ചേർക്കുന്ന ജീസസ് വണ്ടർ അനിമേഷൻ. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ കൊച്ചുകുട്ടികളുടെ 3D അനിമേഷന് ആദ്യത്തെ മിനിറ്റിന് 3 ലക്ഷം രൂപ വരും. 3 lakhs ഫസ്റ്റ് മിനിറ്റ്. പിന്നെയുള്ള മിനിറ്റിന് അത്ര ആവില്ല. പക്ഷേ ഓൾറെഡി ഐ ആം ഇൻ ദ വർക്ക്. അപ്പോൾ ഒരുപാട് പലരും പറയണം, ബ്രദർ ഈ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഭയങ്കര ഡെസ്പറേറ്റാണ്. കാരണം നിങ്ങൾ അത് കാണരുത് ഇത് കാണരുത് പറയുന്നുണ്ട്, പക്ഷെ എന്ത് കാണണം? വി ഹാവ് നോ കണ്ടന്റ്. ഇപ്പോൾ വാസ്തവത്തിലേ ഞാൻ ഇതായിട്ട് പറയല്ല, ഈ നമ്മുടെ ജീസസ് വണ്ടർ അനിമേഷൻ തന്നെ കുട്ടികൾ പറയുകയാണെങ്കിൽ, ഓ ദിസ് ഈസ് നോട്ട് ലൈക്ക് സിൻഡ്രല്ല, ഐ ഡോണ്ട് ലൈക്ക് ദിസ് മമ്മി എന്ന് പറയും. കാരണം ഇറ്റ് ഈസ് നോട്ട് സോ ഫാസ്റ്റ്. പക്ഷേ ഇത് മനഃപൂർവ്വം ഈ ഒരു സ്ലോ പേസിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാരണം ഇവർ നോർമലായിരിക്കണം, ഇവർ നിലത്ത് നിൽക്കണവർ. അതും ഭയങ്കര രസം. ഇപ്പം എൻ്റെ ഗ്രാൻഡ് സൺ അവനൊരിക്കൽ എൻ്റെ മോള് ജോൺ ഓഫ് ആർക്ക് കാണിച്ചു കൊടുത്തു. ജോൺ ഓഫ് ആർക്ക്. അപ്പോൾ ജോൺ ഓഫ് ആർക്കിൻ്റെ കാര്യം ഭയങ്കര ഫിലിമാണെങ്കിലും ഭയങ്കര യുദ്ധമാണ്. ഈ യുദ്ധത്തിൻ്റെ സീൻ കണ്ടിട്ട് ആകുമ്പോൾ അയ്യോ 5 മതി എനിക്ക് കണ്ടായി, സ്റ്റോപ്പ് നോട്ട് ആ ഫൈറ്റ് ചെയ്തൊക്കെ കണ്ടു. എന്നിട്ട് ഇവരാകെ അങ്ങോട്ട് സഫോക്കേറ്റഡായി. അപ്പോൾ ഇവൻ പറയാനേ, മമ്മി ആ ജീസസ് വണ്ടർ കുറച്ച് നേരം ഒന്ന് കാണിക്കും. അങ്ങനെ ജീസസ് വണ്ടർ കാണിച്ചപ്പോൾ ശാന്തമായി. കാരണം ഇറ്റ് ഈസ് നോർമൽ, ഇറ്റ് ഈസ് റിയൽ ലൈഫ് സ്റ്റോറി. എനിക്കത് ഭയങ്കര ഫീഡ്ബാക്കുമായിട്ട് കിട്ടിയത്. എന്നിട്ട് അവളെന്നെ വിളിച്ചു പറയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവൻ ഒരു എപ്പിസോഡ് ജീസസ് വണ്ടർ കണ്ടതോടെ അവൻ ഭയങ്കര ക്വയറ്റായി. അതായത് ഈ അനിമേഷൻസ് ഇതിപ്പോൾ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വിചാരിച്ചോ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറയും എന്ത് ചെയ്യാം, പിള്ളേരെ ഒന്നുമില്ല, ഒരു കാർട്ടൂൺ എടുത്ത് കൊടുക്കുക, അവർ കണ്ടിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ കാർട്ടൂൺ അവനിൽ ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസിൻ്റെ ഒരു പ്രധാന ശൈലി ഇതാണ്. ഇന്നത്തെ മിക്കവാറും കാർട്ടൂൺസ് എല്ലാം അനിമൽ ക്യാരക്ടേഴ്സാണ്. ഈവൻ അനിമൽ തന്നെ ഒരു നോർമൽ അനിമലല്ല. എന്നുവെച്ചാൽ അതിനെ വരച്ചേക്കുന്നത് കണ്ടാൽ ശരിക്കും മങ്കിയാണെന്ന് മനസ്സിലാവണ്ടേ? ഇപ്പം ഐസേജ്, ഈ ഐസേജിലെ മൃഗങ്ങളുടെയൊക്കെ ഫിഗർ കണ്ടു, ഒരു നോർമൽ അനിമൽ പോലുമല്ല. ഇത് അതിൻ്റെ ഏറ്റവും വലിയ അൺറിയലിസം നമ്മൾ പലപ്പോഴും മനസ്സിലാകാത്തത്, ഈ അനിമൽ ക്യാരക്ടേഴ്സ് എല്ലാം മനുഷ്യ ശബ്ദമാണ് സംസാരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കൊച്ചിന് 2 വയസ്സ് മുതലേ 1.5 വയസ്സ് മുതൽ ഇവരിത് കാണുകയാണ്. 1.5 വയസ്സുള്ള ഈ കൊച്ച് 2 വയസ്സുള്ള കൊച്ച് പകലൊക്കെ മുഴുവൻ ഇരുന്നിട്ട് അനിമൽ ക്യാരക്ടേഴ്സ് മനുഷ്യ ശബ്ദം സംസാരിക്കുന്നത് കണ്ട് വൈകുന്നേരം ആയപ്പോൾ ഒരു യഥാർത്ഥ മനുഷ്യ ശബ്ദം വരുന്നു. അതാരാ? അപ്പനും അമ്മയാണ്. അപ്പോൾ അവനാകെ കൺഫ്യൂഷനാണ്. ഇത് ഏത് അനിമലാണ് ഈ വരണേ?
ഞാൻ ചില വലിയ അനിമേഷൻ കമ്പനിക്കാരോട് ഇതിനെക്കുറിച്ച് ആർഗ്യുമെൻ്റ് വരെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് അനിമേഷൻ കമ്പനികളുണ്ട്. അവരെല്ലാം വാൾട്ട് ഡിസ്നിക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഇതൊന്നും അവിടെ അമേരിക്കയിൽ ഉണ്ടാക്കണതൊക്കെ അവിടെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കഷനാണ്. ഞാൻ പറഞ്ഞു, ഐ ആം ഡെഡിക്കേറ്റഡ് ടു വർക്ക് ഓൺലി ഗുഡ് ആൻഡ് റിയലിസ്റ്റിക് ഫിലിംസ്. Bible is only real. It is not a drama. It is not a story. It is a real incident happened in the history, in the life of Christ. അതുകൊണ്ട് അതിൻ്റെ ആ റിയാലിറ്റി അധികം നഷ്ടപ്പെടാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബോയ് ജീസസ് പറന്നു വരുന്നു, അതും എല്ലാം റിയൽ തന്നെയാണ്. ഈശോന് ആ കാരിസംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര വലിയ വലിയ BBC മാതിരിയുള്ള ആൾക്കാരൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ എന്ത് റിസർച്ചാണ്? പട്ടി മനുഷ്യ ശബ്ദം സംസാരിക്കണതിൽ എന്ത് റിസർച്ചാണ്? പൂച്ച മനുഷ്യ ശബ്ദം സംസാരിക്കണം, പോത്ത് മനുഷ്യ ശബ്ദം സംസാരിക്കണം, അല്ലെങ്കിൽ എന്താണ് ടോം ആൻഡ് ജെറി. ഇവർ ഈ പട്ടിയും പൂച്ചയും മനുഷ്യ ശബ്ദം സംസാരിക്കുന്നതാണോ നമ്മുടെ കുട്ടികളിൽ കൊടുക്കേണ്ടത്? Why they made it? They made it for their money. Why should they put that in our children? ഇങ്ങനെ ആരെങ്കിലും ഇത് ടെസ്റ്റ് ചോദിക്കാനുണ്ടായാൽ മതിയായിരുന്നു. ഞാൻ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദിസ് ഈസ് സംതിങ് ടു ബി ചലഞ്ച്. ദാറ്റ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ ചില കുട്ടികളെ കണ്ടറിയാം അവർ എന്ത് ഫിലിമിൽ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത്. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നോക്കിക്കോ, ചില കുട്ടികൾ അവരുടെ നടപ്പും വേഷവും എല്ലാം ദേ ആർ ഓൾറെഡി ബിക്കം എ കാർട്ടൂൺ. ദെയർ ലൈഫ് ഹാസ് ചേഞ്ച്ഡ് ടു ദാറ്റ് കാർ. അവരുടെ മൂവ്മെൻറ്റ് ഫാസ്റ്റ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോളിൽ കൂടി ഓർഡറാണ്. ഏത് മിക്കി മൗസിൻ്റെ മൈക്ക്. ആ ഫിലിം കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് നോക്കിയോ, ഇവർ നിലത്തൊന്നും നിൽക്കില്ല. ഇവർ സോഫയുടെ മുകളിൽ കൂടിയാണ് ഇവരുടെ ഓട്ടം ചാട്ടമൊക്കെ. അപ്പോൾ മനസ്സിലായിക്കോ, നീ ഇത് കണ്ടല്ലേ. ഇനി ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അവർ അതെല്ലാം കണ്ടു എന്ന് തന്നെ വിചാരിച്ചോ, കാണട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡെങ്കിലും ജീസസ് വണ്ടർ കാണിക്കണം. അപ്പോൾ അവർ നോ മമ്മി, ഐ ഹാവ് സീൻ ഇറ്റ് മെനി ടൈംസ്, ഐ ഡോണ്ട് വാണ്ട് ടു സീ ദാറ്റ്. ഓൾറൈറ്റ്, ഐ വാണ്ട് ടു സീ എന്ന് പറഞ്ഞ് നമുക്ക് കാണണമെന്നും പറഞ്ഞുകൊണ്ട് അതിട്ട്, എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഓ ജീസസ്, ഐ ലവ് യു ജീസസ്, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പതുക്കനെ ഇതിലേക്ക് വരും. അമ്മ എന്തിനാണ് ഇങ്ങനെ കാണുന്നത്? ഇന്നലെ കണ്ടതല്ലേ? അമ്മ പറയും, മോനെ ഇന്നലെ നമ്മൾ കുർബാനയ്ക്ക് പോയതല്ലേ, അതേ കുർബാനയല്ലേ ഇന്നും നമ്മൾ പോയത്, അതേ കുർബാനയല്ലേ ജീവിതകാലം മുഴുവനും കാണുന്നത്, അതേ ഈശോ തന്നെയാണ്, അതേ ബൈബിളാണത്. ഇപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ബൈബിൾ വായിക്കണം. ആ ബൈബിൾ വായിക്കണതിന് സമയത്ത് വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ജീസസ് വണ്ടർ കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് സെയിം ബൈബിൾ. സോ ഇറ്റ് ഈസ് ഇൻ എ മോഡേൺ ലാംഗ്വേജ്, ഇറ്റ് ഈസ് എ ന്യൂ മീഡിയ. ഇപ്പം ഫിലഡൽഫിയ എന്നൊരിക്കൽ ഒരാൾ എഴുതി, അയാളുടെ 4 വയസ്സായ കൊച്ച് അയാളോട് ഒരു ദിവസം പറയും. ഇയാൾ ഒരു ദിവസം ഇരുന്നിട്ട് ഭയങ്കര ഡെസ്പെറേറ്റ് ആയിട്ട് എന്തോ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പറയണം, ഓ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇങ്ങനെ പറഞ്ഞു, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മഹത്യം ചെയ്യുമ്പോൾ ഇവൻ പറയാണ്, ഡാഡി ഡോണ്ട് സേ ദാറ്റ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. ഇയാളങ്ങ് വണ്ടർ അടിച്ച്, വെരി ഗോഡ് ദിസ്, യു ഡോണ്ട് നോ ദാറ്റ്, ദ ബൈബിൾ സേസ് ദാറ്റ്. അപ്പോൾ അയാൾ കൂടുതൽ വണ്ടറായി. അപ്പോൾ അയാൾ പറഞ്ഞു, ഹൗ യു ലേൺ ദിസ്? ഐ സോ ജീസസ് വണ്ടർ. ദർ ഈസ് എ മൂവി ഓഫ് സക്കേവൂസ്. അപ്പോൾ അതിൽ ഞാൻ മനഃപൂർവ്വം 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഈ ഡയലോഗ്. അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എല്ലാം ചോദിച്ചു, ബ്രദർ വൈ ആർ യു റിപ്പീറ്റിംഗ്, ഇറ്റ് ഈസ് മൊണോട്ടണസ്. നോ, ഈ റിപ്പീറ്റേഷനാണ് ബൈബിളിൻ്റെ മെയിൻ തീം. ബൈബിളിൽ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ സങ്കീർത്തനങ്ങൾ എന്തോരം റിപ്പീറ്റ്, നമ്മൾ തന്നെ എല്ലാ ദിവസവും സങ്കീർത്തനത്തിൽ റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യണത്. അതിൻ്റെ ഉദ്ദേശം അത് റിപ്പീറ്റഡായിട്ട് പറയുമ്പോൾ കുട്ടികളുടെ ഹൃദയത്തിൽ, മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും. അങ്ങനെ ചില സഖ്യവൂസിൽ ഒരു ഡയലോഗ് ഞാൻ മനഃപൂർവ്വം വെച്ചിരിക്കുന്നതാണ്. സഖ്യവൂസ് പറയാണ്, who is this man? Everybody talking about Jesus. Who is he? Has he got more gold than me? അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, he is God. അതങ്ങനെ പറഞ്ഞേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂത്ത്. ഇതിൻ്റെ ആ പ്രഷറിൽ ഇത് കുഞ്ഞുങ്ങളുടെ അകത്ത് എംബറ്റാവും. ഹി ഈസ് ഗോഡ്. കണ്ടോ, നമ്മളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫീൽ വരുന്നത് കേട്ടോ. ഈ ഒറ്റ ഡയലോഗ് മതി
അവരറിയാതെ, ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂത്ത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഇതിനാണ് പറയണേ ട്രൂത്ത് അല്ലേ? ഈസ് ഗാഡ്. അങ്ങനത്തെ ഡയലോഗുകളൊക്കെ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അകത്ത് അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്യും. അത് അവരുടെ അകത്ത് പറ്റിയ സമയത്ത് അവർക്ക്, ഇപ്പൊ ഈ കൊച്ച അതിൻ്റെ അപ്പനോട് പറയാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗാഡ്. എനിവേ, അപ്പം നമ്മൾ പാരൻറ്റിങ്ങിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഇതും ഒരു വിഷയമാണ്. നമ്മൾ കാർട്ടൂണുകളെല്ലാം കുട്ടികളെ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എത്ര ശ്രദ്ധിച്ചാലും അവർ നമ്മളിലൂടെ അല്ലെങ്കിൽ വേറെ ആരിലൂടെ എങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് അതിനൊരു ആൻറ്റിഡോട്ട് ഉണ്ടാക്കണം. അതാണ് ഈ ജീസസ് വണ്ടർ. ജീസസ് വണ്ടർ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കത്തോലിക്കരിലും പ്രൊട്ടസ്റ്റന്റുകാരിലും ആരിലും ഈ ഒരു ക്വാണ്ടിറ്റിയിലും ഈ ക്വാളിറ്റിയിലുമുള്ള ഒരു അനിമേഷൻ ഫിലിം ഇല്ല, അല്ലേ? ഐ റിയലൈസ് ഇറ്റ്. എന്നാൽ ഇത് തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞ് ഞാൻ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 10 വർഷത്തോളമായി. 10 വർഷമായിട്ട് ഇത്രയും സ്റ്റാഫിന് എങ്ങനെ ഞാൻ ശമ്പളം കൊടുത്ത് ഇത് കണ്ടിന്യൂ ചെയ്തെന്നുണ്ട് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. എന്നെല്ലാം ദൈവം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സമയത്തിന്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഭാര്യയുടെ ആഭരണമൊക്കെ കൊണ്ടുപോയി പണയം വെക്കേണ്ടി വന്നു. പിന്നെ അതൊക്കെ റിക്കവറായി ഇല്ല. അപ്പോൾ അത് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അത് അത്രയും കഷ്ടതയും ബുദ്ധിമുട്ടും ഞാൻ തന്നെയാണ് ഇതെല്ലാത്തിൻ്റെയും സ്ക്രിപ്റ്റ് എഴുതണതും ഈ ധ്യാനത്തിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് ഡയറക്ഷൻസ് എല്ലാം കൊടുത്ത് അതിൻ്റെ ഇതൊക്കെ ചെയ്യണത്. എനിവേ, അപ്പോൾ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞു കുട്ടികൾക്ക്, അത് പല അമ്മമാരുടെ റിക്വസ്റ്റാണ്, 1.5-2 വയസ്സുള്ള കുട്ടികൾക്ക് ഉള്ള ഒരു. അപ്പോൾ അതിങ്ങനത്തെ എനിക്ക് തോന്നിയത് ഈ സമയത്ത് വചനം ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടി വചനത്തിന് ഒരല്പം ട്യൂൺ കൊടുത്ത് ഇൻ ദ ബിഗിന്നിങ് വാസ് ദ വേർഡ്, ഇതാണ് ആദ്യത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നിയത് God so loved the world, God so loved the world, He has sent His Son. God so loved the world. ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചെന്നാലേ അവർക്ക് ഇഷ്ടമുള്ളൂ, ഇല്ലേ? ഓക്കെ, അപ്പോൾ അത് നിൽക്കട്ടെ. നമ്മൾ ജ്ഞാനത്തിലേക്ക് വീണ്ടും കിടക്കാം. പക്ഷേ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇനി ജ്ഞാനത്തിൻ്റെ 1-ാം അധ്യായം, 1 Corinthians,